ജപ്പാൻ എന്നും ഒരു വിസ്മയ രാജ്യമാണ്. പ്രകൃതി ഭംഗി കൊണ്ടും സംസ്കാരം കൊണ്ടും പുതിയ ടെക്നോളജി കൊണ്ടും വിനോദസഞ്ചാരികളെയും വിദേശികളെയും മാടി വിളിക്കുന്ന നാട്. അതിനാൽ മുൻപൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ ഇപ്പോൾ വിദേശീയരുടെ ഒഴുക്കാണ് ജപ്പാൻ നേരിടുന്ന പ്രധാന പ്രശ്നം. ഒരു കാലത്ത് വിദേശികളെ ആകർഷിക്കുന്നതിന് നിരവധി പ്ലാനുകൾ നടപ്പിലാക്കിയ രാജ്യമായിരുന്നു ജപ്പാൻ. എന്നാൽ സ്വന്തം രാജ്യത്തെ പൗരന്മാരെക്കാൾ വിദേശികളാണ് ഇപ്പോൾ അവിടെ ജീവിക്കുന്നത് എന്ന തോന്നൽ ജപ്പാനുണ്ട്. അതിനാൽ വിദേശികൾക്കായി പുതിയ നയം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ഭരണകൂടം. വിദേശ പൗരന്മാർ നടത്തുന്ന കുറ്റകൃത്യങ്ങൾ, സർക്കാർ ആനുകൂല്യങ്ങളുടെ മുതലെടുപ്പ് തുടങ്ങിയവയാണ് പുതിയ നയത്തിലേക്ക് നയിക്കാൻ കാരണമായത് എന്നാണ് റിപ്പോർട്ട്. ജപ്പാന്റെ പ്രധാനമന്ത്രി ഷിഗെറു ഇഷിബയാണ് പുതിയ നയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ടാസ്ക് ഫോഴ്സ് എന്ന മാറ്റങ്ങൾ തുടങ്ങാൻ നിർദ്ദേശം നൽകിയത്. കമാൻഡ് സെന്റർ എന്നാണ് ഇതിനായുള്ള ഓഫീസിന്റെ പേര്. കുടിയേറ്റം, ഭൂമി ഏറ്റെടുക്കൽ, പണം അടയ്ക്കാതെയുള്ള സാമൂഹിക ഇൻഷുറൻസിന്റെ ഉപയോഗം എന്നിവയെക്കുറിച്ച് വ്യക്തവും കൃത്യവുമായ കണക്കെടുക്കാനും പരിശോധനകൾ നടത്താനും ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നു. നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് ഭരണകൂടത്തിന്റെ തീരുമാനം. ജപ്പാനിലെ 120 ദശലക്ഷത്തിലധികം വരുന്ന ജനസംഖ്യയിൽ 3% വിദേശീയരാണെന്നാണ് റിപ്പോർട്ടുകൾ.